Good evening to all. Calicut University 5th Sem Bcom Co Operation സ്പെഷ്യലൈസേഷൻ പേപ്പർ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്. അതായത് ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കമ്മിറ്റി എന്ന് പറയുമ്പോൾ മാനേജിങ് കമ്മിറ്റി. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്ന അതിൻ്റെ പ്രൊസീജിയർ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 10 സ്റ്റെപ്പാണ് വരുന്നത്. ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ, ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്, പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ്, ഫില്ലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ്, സ്ക്രൂട്ടിനിറ്റി, അങ്ങനെ 10 സ്റ്റെപ്പാണ് നമുക്കിതിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എസ്സേയും ഷോർട്ട് എസ്സേയും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇത് 3rd മൊഡ്യൂളിൻ്റെ ബാലൻസ് ആണെന്ന് തോന്നുന്നു. ഇതിലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു 3rd മൊഡ്യൂളിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് എത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതും കൂടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേക്കൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണോ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്കങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കൊന്നും മനസ്സിലാവില്ല ടെക്സ്റ്റ് നോക്കിയാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കേസ് തന്നെ പല സ്ഥലത്താണ് ജനറൽ ബോഡി മീറ്റിംഗ് കിടക്കുന്നത്. അതായത് മേ ബി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഉള്ളത് ചിലപ്പോൾ 2nd ചാപ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ 3rd ചാപ്റ്ററിലായിരിക്കും. പിന്നെ 4th ചാപ്റ്ററിലായിരിക്കും ഫൈനലുള്ളത്, അതിൻ്റെ ഇടയിൽ റെപ്രസെൻറ്റേറ്റീവ് ഉള്ളത് ഒക്കെ ഇങ്ങനെ പല സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരുന്നത് പല സ്പേസിലുള്ള. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ മൊഡ്യൂൾ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നോട്ട്സ് തരാനോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനോ കഴിയില്ല. കാരണം ഒന്നിൻ്റെ ബാക്കി തന്നെ മേ ബി മറ്റൊരു ചാപ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 10-15 പേജ് കഴിഞ്ഞിട്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, എനിവേ പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്, ഇത് 3rd മൊഡ്യൂളിൻ്റെ ബാക്കിയാണ് കേട്ടോ. ആ ചോദിച്ചിരുന്ന ആരൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു, അവരോടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ. അതായത് ഒരു ഇലക്ഷൻ നടത്താമെന്ന് അവരെന്ത് ചെയ്യാണ്, ഡിസൈഡ് ചെയ്യണം. ഓക്കെ, Rule 35, Section 1 provides that before the expiry of the term, the committee has to meet at least 16 days advance and decide the date and place of the general body to elect the committee members. അതായത് ഓൾറെഡി ഇപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ടീം ഉണ്ടായിരിക്കും അവിടെ. ഇപ്പോൾ അവർ ഭരിക്കുന്നവർ ഓൾറെഡി അവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പോകുന്നതിന് 60 ദിവസം മുന്നേ, ഓക്കെ, അവർ എക്സ്പയർ ആവുന്നതിന് 60 ദിവസം മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യും എവിടെ വെച്ചിട്ടാണ് ഇലക്ഷൻ നടത്തേണ്ടത്, ജനറൽ ബോഡി എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എത്രാം തീയതിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി എന്ത് ചെയ്യും, ഒരു 60 ദിവസം മുന്നേ തന്നെ അവർ തീരുമാനിക്കും. അതാണ് പ്രൊവൈഡ് ദാറ്റ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദി ടേം ദ കമ്മിറ്റി ഹാസ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് 16 days in advance ആൻഡ് ഡിസൈഡ് ദ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദി ജനറൽ ബോഡി ടു ഇലക്ട് ദ കമ്മിറ്റി മെമ്പേഴ്സ്. This decision is to be communicated to the registrar within a week by registered post. അതായത് എന്നിട്ട് നമ്മളിപ്പോൾ തീരുമാനിച്ചു ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്രാം തീയതിയാണ് നമ്മൾ എന്ത് നടത്തുന്നത്, ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രാം തീയതിയാണ് നമ്മൾ ഇലക്ഷൻ വെക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. ഇപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, ആ ഒരു ഡിസിഷൻ നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, രജിസ്റ്ററുമായിട്ട് ഒരു വീക്കിനുള്ളിൽ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ രജിസ്ട്രാറുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ഒരു പുതിയ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ രജിസ്ട്രാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ. ഓക്കെ, അതിൽ പറയുന്നതാണ്, on receipt of the resolution, the registrar has to appoint a returning officer to conduct the election. The registrar is competent to fix remuneration for him. അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം, പിന്നെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്രാം തീയതിയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. അപ്പോൾ നമ്മളത് രജിസ്ട്രാറുമായിട്ട് എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പോസ്റ്റ് മുഖാന്തരം 1 week മുന്നേ നമ്മളത് അറിയിച്ചു. അങ്ങനെ രജിസ്ട്രാർക്ക് അങ്ങനെ അവിടെ എന്ത് കിട്ടി, ഒരു റെസൊല്യൂഷൻ കിട്ടി. അതിനുശേഷം രജിസ്ട്രാർ എന്ത് ചെയ്യും, ഒരു റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഇലക്ഷൻ നല്ല സുഖമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിട്ടേണിംഗ് ഓഫീസറെ നമ്മുടെ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യും. ദ രജിസ്ട്രാർ ഹാസ് ടു അപ്പോയിൻറ്റ് എ റിട്ടേണിംഗ് ഓഫീസർ ടു കണ്ടക്ട് ദ ഇലക്ഷൻ. ഓക്കെ, ദ രജിസ്ട്രാർ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഫിക്സ് റെമ്യൂണറേഷൻ ഫോർ ഹിം. അപ്പോൾ അതുപോലെ തന്നെ അയാൾക്ക്, അതായത് റിട്ടേണിംഗ് ഓഫീസർക്ക് എന്ത് കൊടുക്കണം, റെമ്യൂണറേഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു റെമ്യൂണറേഷൻ അത് എത്ര രൂപയാണെന്നുള്ളത് ആരാ ഫിക്സ് ചെയ്യുന്നത്, നമ്മുടെ രജിസ്ട്രാറാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രജിസ്ട്രാറോട് പറഞ്ഞു, അതിന് രജിസ്ട്രാർ നമുക്കൊരു റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം അവർക്കുള്ള റെമ്യൂണറേഷനും രജിസ്ട്രാർ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്തു. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മുടെ ആരാണ്,
അവിടെ റിട്ടേണിംഗ് ഓഫീസറാണുള്ളത്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്, മൂന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ദ പ്രൊവൈഡ് ദാറ്റ് one of the first duty of the returning officer is to be issue election notice. Details of election should be intimated to all members either in person or by post under certificate of posting. A copy of intimation shall also be affixed on the notice board of the society. അതായത് ഫസ്റ്റത്തെയാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ് എന്ന് പറയുമ്പോൾ റിട്ടേണിംഗ് ഓഫീസറുടെ ഫസ്റ്റത്തെ ഡ്യൂട്ടിയാണ് എന്ത് പറയുന്നത്, ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയാം. അതായത് ഇത്രാം തീയതിയാണ് ഇലക്ഷൻ നടത്തുന്നത്, ഇത്ര സമയത്ത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല കാര്യങ്ങൾ, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതിലെ കംപ്ലീറ്റ് ഉള്ള മെമ്പേഴ്സിന് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ഷൻ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ് ടു ഓൾ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും കൊടുക്കും. അതുപോലെ തന്നെ A copy of the intimation shall be also be fixed on the notice board of the society. അതാണ് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷുഡ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് ദ ഇലക്ഷൻ ആസ് ടു ഡോൺ a date of 16 days prior to the date fixed for the poll and supply the same to returning officer within 35 days prior to the date fixed election. This is കോൾഡ് പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ്. അതായത് ആദ്യം അവരെന്തെന്ന് വെച്ചാൽ ഒരു പ്രിലിമിനറി വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കും. ആര്, നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ. അതിനുശേഷം ഹി ഹാസ് ടു ഇൻവൈറ്റ് ഒബ്ജെക്ഷൻസ് ഒക്കെ അവർ ഇൻവൈറ്റ് ചെയ്യും. ഇഫ് എനി ഇൻ ദ മാറ്റർ ഓഫ് ഫ്രം ദി മെമ്പേഴ്സ് വിത്തിൻ 7 days ഓഫ് ദി ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ. അങ്ങനെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ലിസ്റ്റ് ഷാൽ സ്പെസിഫൈ ദ മെമ്പർഷിപ്പ് നമ്പർ, നെയിം ഇൻ ഫുൾ ആൻഡ് അഡ്രസ്. ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഒബ്ജെക്ഷൻസ് ദ റിട്ടേണിംഗ് ഓഫീസർ ഹാസ് ടു പബ്ലിഷ് ദ ഫൈനൽ ലിസ്റ്റ് ഓൺ ദി നോട്ടീസ് ബോർഡ് നോട്ട് ലെസ് ദാൻ 10 days prior to the date fixed for the poll. അതായത് 10 ദിവസം മുന്നേ, അതായത് ഒബ്ജെക്ഷൻസ് ഒക്കെ വന്നു സകല കാര്യങ്ങളും അവർ തീരുമാനിച്ചതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും, ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും നോട്ടീസ് ബോർഡിൽ 10 ദിവസത്തിന് മുന്നേ ആയിട്ട്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് 10 ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അതാണ് പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫയലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ്. ഫയലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോമിനേഷൻ പേപ്പർ ഷാൾ ബി പ്രസൻറ്റഡ് ഇൻ പേഴ്സൺ ഓർ registered post either by the candidate or by the proper sender. It should be reach the returning officer before the specified time. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മത്സരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അപ്പോൾ അവരുടെ നോമിനേഷൻ പേപ്പർ നമ്മുടെ ആർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം, റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. ഒരു സ്പെസിഫൈഡ് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത്രാം തീയതി അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യും. ഓക്കെ, നോമിനേഷൻ പേപ്പർ ഷാൾ ബി പ്രസൻറ്റഡ് ഇൻ ദി പേഴ്സൺ ഓർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. എങ്ങനെ അവരുടെ രജിസ്റ്റേർഡ് ആയിട്ടോ എങ്ങനെയാണ് ചെയ്തത് ബൈ ദി കാൻഡിഡേറ്റ്സ്. ഇറ്റ് ഷുഡ് ബി റിട്ടേണിംഗ് ഓഫീസർ ബിഫോർ ദി സ്പെസിഫൈഡ് ടൈം, ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ കോളേജിൽ ഇലക്ഷൻ നടത്തുമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇലക്ഷൻ. ഓക്കെ, അതുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ തന്നെയല്ലേ നമ്മൾ പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ എന്നാ ഇലക്ഷൻ വെക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ കോളേജിൽ തന്നെ ഏതെങ്കിലും പ്രൊഫസേഴ്സ് ആയിരിക്കും മേ ബി ഇങ്ങനെ ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ എന്നിട്ട് ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യും, പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ്, പിന്നെ നോമിനേഷൻ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദ റിട്ടേണിംഗ് ഓഫീസർ ഈസ് ടു ടേക്ക് അപ്പ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പർ ഓൺ ദി ഡേ ഫോളോയിങ് ദ ഡേറ്റ് ഓഫ് ഫിക്സഡ് ഫോർ ദി റെസിപ്പിൻ്റെ നോമിനേഷൻ പേപ്പർ. സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ആർക്കൊക്കെയാണോ മത്സരിക്കാനുള്ളത് അവരുടെ നോമിനേഷൻ പേപ്പർ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ കയ്യിൽ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ ഒരു നോമിനേഷൻ പേപ്പർ ഉണ്ടല്ലോ അത് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ നടത്തുന്ന ഇലക്ഷൻ വെക്കുമ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് വെക്കും. ഓക്കെ, അതായത് ഡൊണേഷൻ അടയ്ക്കാനുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മേ ബി മത്സരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ് സബ്ജക്റ്റ് സപ്ലി ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് വെക്കും അവർ. അപ്പോൾ ഇത് ഉള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊന്നും ഇല്ലാത്തവർ മാത്രമായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവരായിരിക്കും മത്സരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വല്ലതും അതുപോലെ തന്നെ ചിലപ്പോൾ ഫീസ് പെൻഡിങ് ഉള്ളവരുണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും, ഡൊണേഷൻ കൊടുക്കാണ്ടവർ അവരെ റിജക്റ്റ് ചെയ്യും, സപ്ലി ഉണ്ടെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പർ. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് കണക്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ മേ ബി അറിയുന്നുണ്ടായിരിക്കില്ല. നമുക്ക് ഇതുപോലെ തന്നെ കോളേജിലൊക്കെയുള്ള
ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സ്ക്രൂട്ടിനിറ്റി ഓഫ് നോമിനേഷൻ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു നോമിനേഷൻ പേപ്പർ റിട്ടേണിംഗ് ഓഫീസർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നടത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതാണ് പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻ. ഓക്കെ, ദ റിട്ടേണിംഗ് ഓഫീസർ ഹാസ് ടു പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് വാലിഡ് നോമിനേഷൻ ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി ഓൺ ദ സെയിം ഡേ ആഫ്റ്റർ ദ സ്ക്രൂട്ടിനിറ്റി ഈസ് കംപ്ലീറ്റഡ്. അതായത് സ്ക്രൂട്ടിനിറ്റി, അതായത് സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം ആരൊക്കെയാണോ വാലിഡ് ആയിട്ടുള്ള നോമിനേഷൻസ് ഉള്ളത് അവരുടെ ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നമ്മുടെ സൊസൈറ്റീൻ്റെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. ആ സെയിം ഡേ തന്നെ, സ്ക്രൂട്ടിനിറ്റി നടത്തി കഴിഞ്ഞ സെയിം ഡേ തന്നെ ആ ഒരു വാലിഡ് ആയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. കാരണം അല്ലാത്തവരെ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യാത്തവരെ റിജക്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് ഇവരെ എല്ലാം കംപ്ലീറ്റ് ആയവരെ നമ്മളപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കോളേജിൽ ഇലക്ഷൻ നടത്തുന്നവർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ് പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്സ്. Any candidates can be withdrawn the candidates even after filling nomination, but it should be writing. It should be delivered to the returning officer in person by the candidates or through the proposer or the seconder. Notice of withdrawn once given in irrecoverable. അതായത് എന്താ പറയുന്നത് വെച്ചാൽ, വിഡ്രോ ഓഫ് കാൻഡിഡേറ്റ്സ്, അതായത് നമ്മൾ നോമിനേഷൻ പേപ്പർ കൊടുത്തു. ഓക്കെ, ഞാൻ മത്സരിക്കാമെന്ന് കാൻഡിഡേറ്റ്സ് ആവാൻ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ നോമിനേഷൻ പേപ്പർ എനിക്ക് ക്യാൻസൽ ചെയ്യാനുള്ള, വിഡ്രോ ചെയ്യാനുള്ള, പിൻവലിക്കാനുള്ള ഒരു ചാൻസാണ് ഈ വിഡ്രോ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കോളേജിൽ നടക്കുന്ന, ഈ ഇലക്ഷൻ വരുമ്പോൾ നടക്കുന്ന പരിപാടികളാണ് കേട്ടോ. അതാണ് വിഡ്രോ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് പോളിംഗ്. For the proper conduct of election, the returning officer may appoint the required number of polling officers. The committee should provide the material required for the conduct of polls such as ballot boxes, ballot papers, copies of list of eligible voters, stationery, etc. അതായത് ഒരു ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും, ഒരു പോളിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് ദ കമ്മിറ്റി ഷുഡ് പ്രൊവൈഡ്, അവർ നമുക്കൊരു വോട്ടിങ്ങിനായിട്ടുള്ള ബോക്സസും അതുപോലെ തന്നെ പേപ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. അതാണ് പോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, കൗണ്ടിങ് വോട്ട്സ്. അങ്ങനെ പോളിംഗ് കഴിഞ്ഞു, പിന്നെ അവർ ഫൈനലി എന്ത് ചെയ്യണം, അവർ വോട്ടെടുത്ത്, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞു, നമ്മളത് എണ്ണുകയാണ്. ഓക്കെ, എത്ര വോട്ട് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എണ്ണുകയാണ്. അതാണ് ഇതിൽ പറയുന്നത്. ദ വോട്ട്സ് ഷാൾ ബി കൗണ്ടഡ് ബൈ ഓർ അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ദി റിട്ടേണിംഗ് ഓഫീസർ. അതായത് വോട്ടെണ്ണൽ നടക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും. ഈച്ച് കാൻഡിഡേറ്റ്സ് ഓർ ഹിസ് ഓതറൈസ്ഡ് ഏജന്റ് ഷാൾ ഹാവ് ദി റൈറ്റ് ടു ബി പ്രസൻറ്റ് അറ്റ് ദി ടൈം ഓഫ് കൗണ്ടിങ്. ഓരോ കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റും എന്തുണ്ടായിരിക്കും, ആ ഒരു കൗണ്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുണ്ടായിരിക്കും. ആസ് സൂൺ ആസ് ദി കൗണ്ടിങ് ഈസ് ഓവർ, ദി റിട്ടേണിംഗ് ഓഫീസർ ഷാൾ അനൗൺസ് ദ റിസൾട്ട് വിത്ത് നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ഈച്ച് കാൻഡിഡേറ്റ്സ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ്, ദ റെസ്റ്റ് ഓഫ് ദി ഡിക്ലറേഷൻ ഈസ് ഓൾസോ ബി റെക്കോർഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദി സൊസൈറ്റി ആൻഡ് അറ്റസ്റ്റഡ് ബൈ ദി റിട്ടേണിംഗ് ഓഫീസർ. എന്നിട്ട് നമുക്ക് റിസൾട്ട് വരില്ല, റിസൾട്ട് നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യും, മിനിറ്റ്സ് ബുക്കിലും റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റ് ഷുഡ് ബി നോട്ടിഫൈഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിലും പബ്ലിഷ് ചെയ്യും. അതാണ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് പറയുന്നത്. എന്തിൻ്റെ സ്റ്റെപ്പ്? പ്രൊസീജിയർ റിഗാർഡിങ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. ആക്ച്വലി കുറച്ച് ലേറ്റായിപ്പോയി, കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ അവർ എടുക്കുക. നമ്മുടെ നിലവിലുള്ള മാനേജിങ് കമ്മിറ്റി പിരിച്ചുവിടുന്നതിന് 60 ദിവസം മുന്നേ. ഓക്കെ, അതാണ് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസർ, അതായത് നമ്മുടെ ഇലക്ഷൻ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ആരെ, റിട്ടേണിംഗ് ഓഫീസറെ. അങ്ങനെ അയാൾ ചെയ്യുന്ന ഫസ്റ്റത്തെ ഡ്യൂട്ടിയാണ് എന്ത്, ഇലക്ഷൻ നോട്ടീസ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് പറയുമ്പോൾ ഒരു പ്രിലിമിനറി വോട്ടർ പട്ടിക ആദ്യം തയ്യാറാക്കും. എന്നിട്ട് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതിന് 10 ദിവസം മുന്നേ ഫൈനൽ വോട്ടർ ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫയലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, നോമിനേഷൻ പേപ്പർ നമുക്ക് ആർക്ക് കൊടുക്കാം, നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കാം, ഒരു സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ, അതിന് ശേഷം പിന്നെ അവരത് എന്ത് ചെയ്യും, സ്ക്രൂട്ടിനിറ്റി, അതായത് സൂക്ഷ്മ പരിശോധന നടത്തും. എന്നിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ടവരെ എലിമിനേറ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യേണ്ടവരെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ,
എന്നിട്ട് അതെന്ത് ചെയ്യും, പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻസ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം പിന്നെ വിഡ്രോവൽ എന്തെങ്കിലും പെട്ടെന്ന് അവർക്ക് അങ്ങ് തോന്നുകയാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് അത് വിഡ്രോ ചെയ്യും. അപ്പോൾ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വിഡ്രോ ഓഫ് കാൻഡിഡേറ്റ്സ്. പിന്നെ പോളിംഗ് നടത്തും, അതായത് വോട്ടെടുപ്പ്. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒരു കമ്മിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം പിന്നെ കൗണ്ടിങ് വോട്ട്സ് ആണ്. വോട്ട്സ് കൗണ്ട് ചെയ്യും. അതിൻ്റെ റിസൾട്ട് നമ്മൾ മിനിറ്റ്സ് ബുക്കിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷും ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളിങ്ങനെ പഠിച്ച് വെക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കോളേജ് ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ, അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾ മറന്നുപോയില്ല. അതെല്ലാം ഇത് കാണാണ്ട് പഠിച്ചാൽ മേ ബി നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് തിയറി ഉണ്ട്, പിന്നെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റിൻ്റെ ബാക്കി ക്ലാസ്സുകൾ എല്ലാം ഉണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.